എന്തൊരു മനുഷ്യനാണ്. ഒരു 16 അടിയന്തരത്തിന്റെ പായസം കൊടുക്കാനുള്ള കുഴപ്പമുണ്ട്. ശരിയാണ്. ഈ നാറിയുടെ മോനിപ്പോ ചാവൂല. വേഗം ആയുധത്തിൽ കൊണ്ടുപോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ വെള്ളി മൂന്ന് എടുക്കാം. ആശുപത്രിക്ക് നീയും കൂടി വാടാ. അതിന്റെ ഇടയ്ക്ക് തമാശയിലേക്കടാ, നീയും കൂടി വാടാ. എടാ എടാ എനിക്കൊരു സഹായാവൂലടാ, നീയും കൂടി വാ. വാ ഇങ്ങനൊക്കെ തന്നെ വേണട്ടാ. വണ്ടി എടുക്കല്ലേ എന്നൊന്നാകും. ഇവനെന്തിനു പോണി പറയേ? വണ്ടി വിത്തോ അല്ലെങ്കിൽ വെള്ളത്ത് വണ്ടിയായി പോത്താ. എടി ഒരു നൈസ് പണി കിട്ടിട്ടുണ്ടല്ല. എന്താ? അതെ, ഞാൻ പള്ളുരുത്തിന്ന് 11 മണിക്ക് ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാ? എന്നോടാണ് ചോദിക്കുന്നത്. സാനുവിന് പറഞ്ഞു വിട്ടല്ല. അത് തന്നെ, അവനെ പറഞ്ഞു വിടാം. നിനക്ക് വടിവേലായതിനെ മാളെ കണ്ടപ്പോ എന്നെ വേണ്ടല്ലടാ. നിന്നെ എത്ര പ്രാവശ്യം നിന്റെ കാലി പിടിച്ചടാ നീ വണ്ടി കയറാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് വന്നേടാ നീ. അവിടെ മുന്നിൽ അങ്ങനെ ഇപ്പൊ ഷോ കാണിക്കണ്ട. ഇനി അനുഷ്കനെക്കാട്ടിലും നല്ലൊരു പെണ്ണിനെ സെറ്റ് ആക്കിയിട്ട് ബാക്കി പരിപാടി ഉള്ളൂ. നീ വണ്ടി കയറിയേ. വണ്ടി കയറാ നീ. കേറാ വണ്ടിയില് കേറാ. പറടാ രവിക്കുട്ടോ. സാനു, നീ എനിക്കൊരു ഉപകാരം ചെയ്യണടാ. എന്താണ്ടാ? ഞാൻ 11 മണിക്ക് പള്ളുരുത്തിന്ന് ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. നീ പോയിട്ട് അത് എടുക്കണം. നീ എന്താണ്ടാ പറയണത്? എനിക്ക് വേറെ പോവാണ്ടാ. പറയാൻ നിൽക്കണ്ട. നിനക്ക് ഞാൻ സ്ഥലവും ഡീറ്റെയിൽ ഒക്കെ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. പോയില്ലെങ്കിൽ അന്ന് പറഞ്ഞ ലോണിന് ഞാൻ ജാമ്യം നിൽക്കൂലേ? എന്നാ ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ പോണു. എന്ത് സ്വഭാവോളാ നിന്റെ? സാനു ഇതാന്നാ തോന്നണേ. രവിക്കുട്ടി എവിടെ ഒപ്പിക്കുന്നു ഇന്നൊരു വള്ളിക്കെട്ട് കേസുകള്. ഈ വളയും കൂടി ഇട്ടോ, അപ്പൊ കാണാൻ നല്ല രസമുണ്ടാവും. അത് ഈ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ടാസ്ക് ഈ സ്പ്രേയും കൂടി അടിച്ചു, അപ്പൊ കാണാൻ നല്ല രസമുണ്ടാവും. ഈ പൊട്ടത്തി സ്പ്രേ മണത്തിനാണ്, രസത്തിനാണ്. അതെനിക്കറിയാം. അതെ, മാചനവാടിയിലെ രവിക്കുട്ടന്മാരുടെ തന്നെയാണ്. ഓട്ടോ അപ്പുറത്തേട്ട് വഞ്ചിക്കാണ് വന്ന്. പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഈ പൗഡറും കൂടി ഇട്ടോ, അപ്പൊ കാണാൻ നല്ല രസമുണ്ടാവും. അങ്ങോട്ടായി ഓട്ടോക്കാരൻ എറാത്ത് കിടന്ന് തൊള്ളിട്ടൊക്കെ ഇരുന്ന്. ഒരു മിനിറ്റ്, ഞാൻ സാരിക്ക് പിന്നൊത്തിക്കൊണ്ട് നിൽക്കണേ. കാശ് കൊടുത്തിട്ടല്ലേ തൊള്ളിട്ട് കീറുന്നത് കേട്ടാ തോന്നും മൂപ്പന്റെ ഔദാര്യത്തിനാണെന്ന്. ഞാനിവിടെ പൗഡർ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ കാട്ടിൽ വലിയ കച്ചറകളാണെന്നാ തോന്നുന്നു. അത് ശരിയാണ്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണി പാടുന്ന തോന്നുന്നു. ഐസ്ക്രീം എടുത്തോളാം. എന്ത് ബുദ്ധിയുണ്ട് എനിക്ക്. ഐസ്ക്രീം സ്പൂൺ. എനിക്കൊന്നും വേണ്ട. പോ പോ പോ. വേണ്ടക്ക് വേണ്ട, എനിക്കെന്തൊക്കെ ഞാൻ തിന്നാം. എന്നാ നീ കേട്ട്. എനിക്കൊന്നും വേണ്ട. ചായ കുടിക്കുമ്പോ മുഖം കാണാം. എനിക്ക് വേണ്ട. കൊണ്ടുപോക്കോ. എനിക്ക് വേണ്ട. എന്തൊക്കെ എന്നാടാ മോനെ മാറടാ. നമുക്ക് നല്ല മാല എടുത്തോ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. നീ കെട്ടിക്കോളാം.
സാധു എന്നാ വണ്ടി പോത്തെ മോളെ ദേ വാപ്പച്ചി 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 മക്കളെ സൂക്ഷിച്ചിറങ്ങത്താ റസിയ, എല്ലാം എടുത്തിട്ടില്ലേ? ഇല്ലാണ്ടല്ലോ അല്ലേ? ഉപ്പാന്റെ മോള് വല്ലതും കഴിച്ചാ? ജ്യൂസ് കുടിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ആ സാരിയില്ലേ നോക്കി. എന്റെ കവർ ഇങ്ങോട്ട് തന്നെ ഞാൻ എന്നാ മോളകത്തേക്ക് പോയിക്കോട്ടാ. ഇതെന്റെയാ. നോക്കി ശാലു, ഇതെങ്ങനെയുണ്ട്? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാ? ആ ഉപ്പ നെയ്ച്ചോറ് ഇറച്ചിയും തിന്ന്. ആ ചെല്ല്. പോട്ടെ. ഇക്കാക്ക സാരിക്കൊക്കെ നല്ല ഓഫറാ. ദേ നോക്കിയേ, നല്ല രസമുള്ള സാരിയാ. കേറിപ്പോടി. എന്റെ അല്ലോ, അപ്പൊ എന്റെ തന്റെ സീനാത്ത കുട്ടികളായിട്ട് പുറത്തു പോയാൽ നേരത്തിനും കാലത്തിനും കുടുംബത്ത് വരണമെന്ന് ഞാൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാങ്ങപ്പോ കൊടുത്തിട്ടില്ല. എന്താടാ? അല്ല ഓട്ടോ കാശ് ഇത്ത പറഞ്ഞ് ഇക്ക തരുമെന്ന്. വഞ്ചിയില് വന്നതിന് ഓട്ടോ കാശാ? ഓട്ടോറിക്ഷ അപ്പുറത്ത് അക്കരക്കരെ എത്ര? 350. എന്താ എന്റെ പേര്? പേരെന്താന്ന്? ഷാനവാസ്. വീട്? ഇവിടെ ഫോട്ടോ വെച്ചില്ല മഹജനവാടി. ആ മാജന. ശരി അക്ക. എന്നാ ശരി, ബാക്കിയാ ബാക്കി നീ വെച്ചോ. 500. സാലു വഞ്ചിക്ക് നോക്കി കേരളത്തിലാ അല്ലെങ്കിൽ വീണ് പോവാ മുന്നിങ്ങത്ത് വീഴലടാ. അവളെ അപ്പ കണ്ട് മനുഷ്യർ നാണം കിട്ടാനായിട്ട്. എന്ത് വെക്കളിയാടാ നീ? എന്ത് പറ്റിയ എന്നിട്ട്